നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ സന്തോഷിന്റെ കല്യാണ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വേദയും വിക്രം കൂടെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയാവാണ്. അപ്പൊ സേതുവും അച്ഛനും ഗീ റൈസും എല്ലാരും ഉണ്ട്. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് കർത്താവായിട്ട് കൂട്ടി യോജിപ്പിച്ചേരെ പിരിക്കാനായിട്ടൊന്നും സാധിക്കില്ല. അതുകൊണ്ടല്ലേ ശ്രീലക്ഷ്മി സന്തോഷം കൂടെ വീണ്ടും ഒന്നായത്. അതിന് കാരണക്കാരായത് വിക്രമാണ് താനും. അതാ പറഞ്ഞേ, കർത്താവായിട്ട് യോജിപ്പിച്ച ബന്ധം ഒരിക്കലും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ലെന്ന്. വിക്രത്തോടാണ് നമ്മളെല്ലാരും നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ ഗീവൈസ് പറഞ്ഞു, അത് ശരിയാ, വിക്രം ഇങ്ങോട്ടേക്ക് വന്നതിന്റെ പിന്നിൽ ഈ ലക്ഷ്യമായിരുന്നല്ലേന്ന് ചോദിച്ചു. വിക്രം പറഞ്ഞു, അതെ, ശരിക്കും പറഞ്ഞാല് ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷവാനായി ഞാന്. കാരണം എന്താണെന്നറിയോ, എന്റെ അനിയൻകുട്ടന്റെ ഓർമ്മ തിരികെ കിട്ടിയില്ലേ? ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയത് എനിക്കാന്ന് പറഞ്ഞു. അതിനൊക്കെ നിങ്ങളോട് എല്ലാവരോടും ഞാനാ നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞു. ഇങ്ങോട്ടേക്ക് വരണ സമയത്ത് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് പല കാര്യങ്ങളും സംഭവിച്ചത്. വിക്രത്തിനും വേദയ്ക്ക് സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, അങ്ങനെ അവന്റെ കാര്യം പൂർത്തിയാക്കിയിട്ട് നാളെ തിരികെ പോകാനായിട്ട് തുടങ്ങുക. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അച്ഛാ പോയിട്ട് ഇടയ്ക്ക് എപ്പോഴേലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരും. ഞങ്ങൾക്ക് അവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അതൊക്കെ ചെയ്ത് തീർച്ചതിന് ശേഷം നിങ്ങളെ കാണാനായിട്ട് ഞങ്ങൾ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. ഗീവറീസ് പറഞ്ഞു, വരണം, വരാതിരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ചേട്ടാ വണ്ടിയുടെ കീ ഒന്ന് തരാമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അനിയൻകുട്ടനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഒരു സ്ഥലം വരെ ഒന്ന് പോകാനുണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ വിക്രം എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയുടെ കീ കൊടുത്തു. വിക്രം വേദയും അനിയൻകുട്ടനും കൂടെ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് വേദയും വിക്രം കൂടെ അവിടെ അടുത്തുള്ളൊരു പാറയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അവിടെ ചെന്നിരുന്ന സമയത്ത് വേദയുടെ മടിയിലേക്ക് തല വെച്ചിട്ട് വിക്രം പറഞ്ഞു, ഇവിടെ വെച്ചാണ് നമ്മൾ പ്രധാന ചില തീരുമാനങ്ങളൊക്കെ എടുത്ത്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞേ. അത് കേട്ടപ്പം വേദ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്, ഇവിടെ നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലെന്ന് പറഞ്ഞു. എന്നാലും ഇങ്ങനെയുണ്ടോ വിക്രം? മനുഷ്യന്മാര് ഇത്രയും വലിയ ചതിയൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയത്തില്ലാത്തവരെ പോലെ കഴിഞ്ഞത് എൻ്റെ ഏട്ടന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഇനി ഞാൻ വിട്ടുകൊടുക്കല്ലേ വിക്രം. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ സ്വത്തുവകൾ അതിലാണ് ശ്രീയേട്ടൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ. എൻ്റെ മുത്തശ്ശന് എനിക്ക് വേണ്ടി എഴുതി തന്ന, ഇനിയിപ്പോൾ അതിൻ്റെ അവകാശി ഞാൻ ദീപ്തി മാത്രമായിരിക്കും. വേറെ ആരെയും അതിനകത്തേക്ക് ഞാൻ കൈയെടുത്തില്ല. പിന്നെ ഈ സ്ഥാപനങ്ങളിലെല്ലാം ഉടമയായിട്ട് അല്ലെങ്കിൽ ആ കസേരയിൽ MD കസേരയിൽ ഇരുത്താൻ പോകുന്ന ആരെയെന്നറിയോ? വിക്രത്തിനെ ആയിരിക്കും. അതിൻ്റെ ഒരു വാശിയാന്ന് വേദ പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, വേണ്ട വേദ, ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നിനക്കറിയാലോ, ഒരിക്കലും അങ്ങനെ ഒരു കസേരയിൽ ഇരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട. എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. നമ്മൾ എവിടെയെങ്കിലും ഒരു കൊച്ചു കുടിലാണ് താമസിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. അത് മാത്രം എൻ്റെ ആഗ്രഹം. വേദ പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ്ടേ? അവർക്ക് ശിക്ഷ കിട്ടണം. എങ്കിൽ മാത്രം നമുക്ക് സ്വസ്ഥതയുടെ സമാധാനത്തോടും കൂടെയുള്ള ജീവിതം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, എല്ലാത്തിനും തീർക്കാൻ എനിക്ക് തോന്നേ. വേദ പറഞ്ഞു, അത് ഒരു കാരണവശാലും പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്വസ്ഥതയുടെ സമാധാനത്തോടെ ജീവിതം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് വിക്രം ധൈര്യമായിട്ടിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇന്നൊരു ദിവസം കഴിഞ്ഞോട്ടെ, നാളെ നമുക്കങ്ങ് തിരിച്ചു പോകണം. അച്ഛൻ്റെ മുന്നിൽ അനിയൻകുട്ടനെ ഹാജരാക്കണം. പിന്നീട് കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യണം. നമുക്ക് നല്ല സന്തോഷമായിട്ട് ജീവിക്കാന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, ശരി, നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വേദയും വിക്രം കൂടെ സന്തോഷത്തോടു കൂടിയിട്ട് ആ പാറയുടെ അരിയിൽ ഇരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും കൂട്ടിക്കൊണ്ട് ജോബി എന്ത് ചെയ്തു? വേദയും വിക്രം താമസിക്കുന്ന വീടിന്റെ അരിയിലേക്ക് വരുവാണ്. അങ്ങനെ അവിടെ വന്നിട്ട് ജോബി പറഞ്ഞു, ഈ വീട്ടിൽ അവർ താമസിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ വീടൊക്കെ നോക്കി, കൊള്ളാലോ, മണിമാളിയെ തന്നെയാണല്ലോ താമസിക്കുന്നേ. പണിക്കത്ത് ശങ്കരനാരായണന്റെ മോള് ഇത്രയും വലിയൊരു മണിമാളിയെ താമസിക്കുക, കളിയാക്കി പറയണം. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, അവളുടെ വിധി ഇതായി പോയെന്ന് പറഞ്ഞു. പിന്നീട് ജോബി പറഞ്ഞു, ബാ നമുക്ക് അങ്ങോട്ടേക്ക് കയറി പോവാന്ന് പറഞ്ഞു. പിന്നീട് അവരങ്ങനെ മുറ്റത്തേക്ക് കയറി വരുവാണ്. വന്നിപ്പോ ആരും അവിടെ പുറത്തൊന്നും കാണുന്നില്ല, ഒച്ചപ്പാടോ അവനക്കൊന്നും കേൾക്കുന്നില്ല. ചന്ദ്രശേഖരൻ പറഞ്ഞു, വാടാ ശ്രീകാന്തെ, നമുക്ക് അകത്തേക്ക് കയറി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ വേദയും വിക്രമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനാണ് ബെഡില് അനിയൻകുട്ടൻ കിടക്കുന്നുണ്ട്. ആഹാ, ഇത് കൊള്ളാലോ, നല്ലൊരു കാഴ്ചയാണല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് ശ്രീകാന്ത് ഒന്ന് അട്ടഹസിക്കുവാണ്. അട്ടഹസിച്ചിട്ട് അനിയൻകുട്ടന്റെ കാലേ പോയി തോണ്ടി, എടാ എഴുന്നേക്കടാന്ന് പറഞ്ഞു. അനിയൻകുട്ടൻ പതുക്കെ ഇങ്ങനെ കണ്ണു തുറന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിനെ പെട്ടെന്ന് അനിയൻകുട്ടൻ പേടിച്ചു പോയി. ചന്ദ്രശേഖരൻ പറഞ്ഞു, ഞങ്ങളെ മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനിയൻകുട്ടൻ ഇങ്ങനെ നോക്കുവാണ്. എന്തേ അവരെന്തേന്ന് ചോദിച്ചു. അവര് പോയെന്ന് പറഞ്ഞു. അനിയൻകുട്ടൻ പേടിയോട് കൂടിയിട്ടാണ് പറയണേ. പോയെന്നോ? അപ്പോഴേക്കും അനിയൻകുട്ടൻ പറഞ്ഞു, എന്നെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പം നിനക്കറിയാം പുളിക്കനെ കൊന്ന ആരാന്ന്.
പുളിക്കനെ കൊന്ന ആരാ നീ കണ്ടിട്ടുണ്ടല്ലേ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറയണേ. വാടാ മോനെ, നിന്നോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അനിയങ്ങോട്ട് പറഞ്ഞു, വേണ്ട, എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞു. ചെയ്യില്ലെന്നോ? എടാ നമുക്ക് ഇച്ചിരി സമയം മിണ്ടിയും പറഞ്ഞേക്കിരിക്കാം, നീ ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞുകൊണ്ട് അനിയൻകുട്ടന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും അനിയൻകുട്ടൻ പേടിച്ചരണ്ട് കട്ടിന്റെ ഒരു മൂലക്കിലേക്ക് ഇങ്ങനെ പോയി നിൽക്കുകയാണ്. ശ്രീകാന്ത് പറഞ്ഞു, ഇങ്ങനെ പേടിച്ചാലോ, നീ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ഇങ്ങനെ പേടിച്ച് മാറുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങോട്ട് അടുത്തേക്ക് വാ. വരാൻ കൂട്ടാക്കാത്ത സമയത്ത് അവിടെ നിന്ന് ഗുണ്ടകളോട് പറഞ്ഞു അവനെ ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അനിയൻകുട്ടനെ അവർ തൂക്കിയെടുക്കുകയാണ്. ഇതൊന്നും പക്ഷെ വേദയും വിക്രം അറിയുന്നുണ്ടായിരുന്നില്ല. ഇത്തിരി സമയം കഴിഞ്ഞ് ഇപ്പത്തേനും വേദ വിക്രത്തോട് പറഞ്ഞു, ഇനി നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ നടക്കുന്ന സമയത്ത് തേയിലത്തോട്ടത്തിൽ കൂടെ നടക്കുന്ന സമയത്ത് വേദ വിക്രത്തോട് പറഞ്ഞു, ഇത്ര പെട്ടെന്ന് വിക്രത്തിനൊരു മാറ്റം ഉണ്ടാകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എത്ര പെട്ടെന്നാ വിക്രം മാറിയത്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, നീ പറഞ്ഞ എനിക്ക് മാറാതിരിക്കാൻ പറ്റില്ലോ, എന്റെ ഭാര്യയല്ലേ നീ, പിന്നെ എന്നെ അങ്ങോട്ട് മാറ്റിയെടുത്തില്ലേ നീന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, എന്നാലും ഇത്ര പെട്ടെന്നൊരു മാറ്റമേ. കാരണം വിക്രത്തിന്റെ കൂടെ ഞാൻ ഇറങ്ങി പുറപ്പെട്ട സമയത്തൊന്നും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, ഇനി വേണം നമുക്ക് സന്തോഷമായിട്ട് ജീവിതം നയിക്കാനായിട്ട്, പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു കരടം ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, ഇന്നത്തെ രാത്രിയും കൊണ്ട് എല്ലാം അവസാനിക്കും, നാളെ നമുക്ക് എല്ലാം പോയി പറഞ്ഞ് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് അവര് വീട്ടിലേക്ക് വന്ന് അനിയൻകുട്ടൻ കിടക്കുന്ന മുറിയുടെ അങ്ങോട്ട് എന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അനിയൻകുട്ടനെ കണ്ടില്ല. അയ്യോ, വിക്രം ഇവിടെ അനിയൻകുട്ടൻ ഇല്ലാന്ന് പറഞ്ഞു. അവൻ ചിലപ്പോൾ ഇതിലൂടെ ഇറങ്ങിയിട്ട് പുറകെ കൂടെ ഇറങ്ങി അപ്പുറത്തേക്കാനും പോയി കാണുമെന്ന് പറഞ്ഞു. എന്നാലും ഇവിടെ കാണണ്ടല്ലേ, ഞാൻ അപ്പുറം നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അപ്പുറത്തേക്ക് എന്ന് കഴിഞ്ഞപ്പത്തിന് അപ്പുറത്തെ മുറിയുടെ ആ മൂലയ്ക്ക് അനിയൻകുട്ടൻ നിൽക്കുന്നു. നീ എന്താ ഇവിടെ നിൽക്കുന്നേ, നീ എന്തിനാ ഇവിടെ നിൽക്കണേന്നൊക്കെ ചോദിച്ചു. പക്ഷെ അനിയൻകുട്ടൻ പേടിയോടുകൂടി നോക്കുവാണ്. എടാ കാര്യം എന്നാ വെച്ചാൽ പറ, നിനക്കിത് എന്തു പറ്റിയെന്ന് ചോദിച്ചു. അനിയൻകുട്ടൻ ഒന്നും മിണ്ടുന്നില്ല, പേടിയോടുകൂടി ഇങ്ങനെ ഒന്നും മിണ്ടാൻ നിൽക്കണം. വേദ എന്നിട്ട് കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എന്താടാ നിനക്കിത് എന്ത് പറ്റി, നീ എന്താ ഇങ്ങനെ നിൽക്കണെന്ന് ചോദിച്ചു. അപ്പോഴേക്കാണ് ചന്ദ്രശേഖരൻ പുറയെന്ന് പറഞ്ഞ്, അവനൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ ഇനി അവന് പറ്റാൻ പോകുന്നുള്ളത്. അപ്പോഴേക്കും വിക്രം ചന്ദ്രശേഖരനെ കാണുവാണ്. വിക്രത്തിന് വേദയ്ക്ക് അപകടം മണുത്തു, കാരണം അവരിവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ചന്ദ്രശേഖരന് ശ്രീകാന്തൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ്. ശ്രീകാന്ത് പറഞ്ഞു, ഇവിടെ വന്ന് ആരും കാണാതെ ഒളിച്ച് താമസിക്കാന്ന് വിചാരിച്ചില്ലേ, അതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. നിനക്കൊക്കെ അങ്ങനെ ഇവിടെ സുഖിച്ച് വാഴണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നീട് ഗുണ്ടകളോട് പറഞ്ഞു, ഇവന്മാരെ അങ്ങോട്ട് പിടിച്ചോളാൻ പറഞ്ഞു, നമുക്ക് വേണോ ഇവന്മാരെ, ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് വേദ അനിയൻകുട്ടന്റെ കയ്യിലേക്ക് അങ്ങോട്ട് മുറുക്ക പിടിക്കുവാണ്. വിക്രം അവന്മാരങ്ങോട്ട് പിടിക്കാനായിട്ട് വരണ സമയത്ത് എന്ത് ചെയ്തു, അവന്മാരെ നോക്കി, എന്നിട്ട് പെട്ടെന്ന് ചന്ദ്രശേഖരന്റെ കഴുത്തേലേക്ക് കത്തി വെക്കുവാണ്. അവിടെ നിന്ന് പെട്ടെന്ന് വിക്രത്തിന്റെ കത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കത്തി എടുത്ത് ചന്ദ്രശേഖരന്റെ കഴുത്തേലേക്ക് വെച്ചു. ശ്രീകാന്തോ ഗുണ്ടകളോ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. പിന്നീട് വിക്രം എന്ത് ചെയ്തു, അവന്മാരോട് മര്യാദയ്ക്ക് നീങ്ങി നിൽക്കുക, അല്ലെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞു. ആകെപ്പാടെ പേടിച്ചറണ്ട് നിൽക്കുന്ന സമയത്ത് വേദ അനിയൻകുട്ടന്റെ കൈയും പിടിച്ച് തേയിലത്തോട്ടത്തിലേക്ക് ഓടുകയാണ്. വേദയ്ക്ക് മനസ്സിലായി ബാക്കി കാര്യങ്ങൾ വിക്രം കൈകാര്യം ചെയ്തോളൂന്ന്. അത് അവന്മാരൊട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ ഒന്ന് കാര്യം സംഭവിക്കുമെന്ന് ശ്രീകാന്ത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, വിക്രം വേണ്ട, എന്റെ അച്ഛനും ചെയ്യരുത്, എന്റെ അച്ഛനെ വിടാൻ പറയണം, അച്ഛനെ ചെയ്യാതിരിക്കണം, മര്യാദയ്ക്ക് മാറാൻ പറഞ്ഞു. അതേ സമയത്ത് പേടിച്ചരണ്ട് നിൽക്കുവാണ് ചന്ദ്രശേഖരനെ. എപ്പോഴേത് നിമിഷം വെള്ളം എന്ത് വെള്ളം സംഭവിക്കാം. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, വിക്രം പ്ലീസ് എന്റെ അച്ഛനും ചെയ്യില്ലെന്ന് പറഞ്ഞു. അച്ഛനെ ചെയ്യാതിരിക്കണം, മാറി നിൽക്കണം അങ്ങോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പത്തിന് വിക്രം പതുക്കെ പുറത്തേക്ക് ഇറങ്ങി, ചന്ദ്രശേഖരന്റെ കഴുത്തിൽ കത്തി വെച്ചോണ്ട് അങ്ങനെ പുറത്തിറങ്ങി ഇത്തിരി അങ്ങോട്ട് മാറി. അവിടെ നിന്നോണം, നിങ്ങൾ ഒരടി പോലും അനങ്ങിയേക്കരുതെന്ന് പറഞ്ഞു. പിന്നീട് ഒറ്റ അടി ഒരു ഒറ്റ തളല് വലി ചന്ദ്രശേഖരനെ തള്ളിയിട്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. കാരണം വിക്രത്തിന് മനസ്സിലായി ഇനി അവിടെ നിൽക്കുന്ന അപകടമാണ്. വേദയും അനിയൻകുട്ടനും ഓൾറെഡി അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവര് മൂന്നുപേരും കൂടെ അവിടുന്ന് തേയിലത്തോട്ടത്തിൽ കൂടെ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ശ്രീകാന്ത് ഗുണ്ടകളോട് പറഞ്ഞു, അവരെവിടെ പോയി വിളിച്ചാലും കണ്ടുപിടിക്കണം, നോക്കാൻ പറയാണ്. അങ്ങനെ അവരെവിടെയൊക്കെ അന്വേഷിക്കുവാണ്. പക്ഷെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.